എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് അൽ അൻസാരി എക്സ്ചേഞ്ച് ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ തീമ, പാക്ഡ് ബൈ നേച്ചർ. നിങ്ങൾക്കറിയാം, കേരളത്തിൽ മദ്യശാലകൾക്ക് ദൂരപരിധിയായി. അതോടെ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമായി. ചാരായവും മദ്യവും ഒക്കെ വിട്ട് ആളുകൾ കടുത്ത ലഹരിയിലേക്ക് മാറി തുടങ്ങി എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചെറുപ്പക്കാരും ഈ വഴിയിലാണ് എന്നറിയുമ്പോൾ നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുന്നു. നമ്മൾ പരിശോധിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിന്റെ ദുരന്ത ഫലങ്ങൾ. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് റവറൻ ഡോക്ടർ ജേക്കബ് മണ്ണാറപ്രായയും, എറണാകുളം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ AK നാരായണൻകുട്ടി, സാമൂഹ്യ പ്രവർത്തകയും പ്രശസ്ത ബോളിവുഡ് സ്റ്റൈലിസ്റ്റുമായ അംബിക പിള്ള, ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റിന്റെ സ്ഥാപകൻ ഫിലിപ്പോസ് പടിക്കൽ, തൃശൂരിലെ പുനർജനി ഡി അഡിക്ഷൻ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോൺസ് K മംഗലം, സാമൂഹ്യ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ, മദ്യപാനി കഥാപാത്രങ്ങളുടെ പ്രശസ്തനായ മിമിക്രി ആർട്ടിസ്റ്റ് അജീഷ് കോട്ടയം, സാമൂഹ്യ പ്രവർത്തക മായ മുരളീധരൻ, കോട്ടയം മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിഭാഗം തലവൻ ഡോക്ടർ വർഗീസ് പുന്നൂസ്, മദ്യനിരോധന സമിതി മഹിളാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജാത വർമ്മ, മദ്യവർജന സമിതി സംസ്ഥാന പ്രസിഡന്റ് റസൽ സബർമതി, മദ്യവർജന സമിതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി G മുരളീധരൻ, വീട്ടമ്മയായ അഡ്വക്കേറ്റ് ബിന്ദു ആലപ്പുഴ, മദ്യപനായ മണിക്കുട്ടൻ, അധ്യാപികയും പുനർജനി കുടുംബാംഗവുമായ സ്മിത ബാബുരാജ്, കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ജോസി വർക്കി, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് മാതുല മണി, സാമൂഹ്യ പ്രവർത്തക അജന്ത മോഹൻ. എനിക്കറിയാം താങ്കളൊക്കെ ഇപ്പോൾ ഒരുപാട് ജോലി തിരക്കിനിടയിലായിരിക്കും എന്ന്. കോടതി വിധി വന്നതിന് ശേഷം ഈ നഗരങ്ങളിലെ ഒരു അവസ്ഥ എങ്ങനെ അങ്ങയുടെ അഭിപ്രായത്തിൽ? 15/12/2014 ഓർഡറിന് ക്ലാരിഫിക്കേഷനായിട്ട് 31/3/2014 ഓർഡർ വൈകുന്നേരം 4 മണിക്കാണ് ഇറങ്ങുന്നത്. അതിനുശേഷം കേരളത്തില് 1982 മദ്യശാലകൾ അടഞ്ഞു വരികയാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 177 ബിയർ വൈൻ പാർലറുകളിൽ 120 അടച്ചുപോയ ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ സുപ്രീം കോടതി വിധിയെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 46 വിദേശ മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്നതിൽ 16 അടഞ്ഞു സാഹചര്യമാണ്. 130 കള്ള് ഷാപ്പുകളും അതിൽ 5 5 സ്റ്റാർ ഹോട്ടലുകളും അടഞ്ഞു വരികയാണ്. പല മേഖലകളിലും ടോട്ടലി ഡ്രൈ ആയ അവസ്ഥയാണ്. കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, ആലുവ, കാലടി പോലുള്ള ടൗണുകളൊന്നും ഒരു മദ്യഷാപ്പുകളും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പം സ്ഥിരമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോടതി വിധി വന്നെന്നും പറഞ്ഞ് അവർ മാറാൻ പോകുന്നൊന്നുമില്ലല്ലോ. അവര് ഒരു പോംവഴി കണ്ടുപിടിച്ചിരിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ അഭിപ്രായത്തിൽ? അത് ഉള്ള ഷാപ്പുകളിൽ നിലവിൽ നിൽക്കുന്ന ഷാപ്പുകളിലേക്ക് മാറിയിരിക്കുന്നുള്ളതാണ്. മറ്റ് മദ്യം വരാനുള്ള ഒരു സാഹചര്യം സമയമായിട്ട് വരുന്നേ ഉള്ളൂ. കാരണം ഇത് ഇതിന് എഫക്ട് വന്നത് 2-ാം തീയതിയാണ്. 1-ാം തീയതി ഡ്രൈ ഡേ ആയിരുന്നു. 2-ാം തീയതി തൊട്ടാണ്, April 2 തൊട്ടാണ് ഇത് വന്നിട്ടുള്ളൂ. ഈ ദൂരപരിധി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ വഴി മാറ്റി ഗേറ്റ് ഇട്ടേക്കുന്നത് കണ്ടു. അതൊക്കെ നിങ്ങൾ അംഗീകരിച്ചു കൊടുത്തോ? എറണാകുളം ജില്ലയെ സംബന്ധിച്ചോളം 1-ാം തീയതി തന്നെ എല്ലാ ഷാപ്പുകളും, ദൂരപരിധിയുള്ള ഷാപ്പുകൾ 1-ാം തീയതി തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നു. ദൂരപരിധി ഇല്ലാത്ത എല്ലാം 1-ാം തീയതി അടച്ചിട്ടുണ്ട്. അതിലൊന്നും തന്നെ തുറന്നിട്ടില്ല. അതായത് മദ്യപന്മാർ തള്ളിക്കയറുന്നുണ്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഈ തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ? തീർച്ചയായിട്ടും പല മദ്യഷാപ്പുകളിലും കിലോമീറ്ററുകൾ നീളുന്ന ക്യൂ ആണ് കാണുന്നത്. ഇത്രയും വലിയ ക്യൂ അങ്ങ് മറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിലല്ലാതെ? നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്ഥാപനങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ ബ്യൂറോസിന്റെ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ 306 ഉള്ളൂ. അതുകൊണ്ട് വലിയ ക്യൂ ആണ്. പക്ഷേ 20,000-ഓളം മെഡിക്കൽ ഷോപ്പുകളിലും ഇതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ക്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഫിലിപ്പോസ്, താങ്കള് കേരളത്തിൽ കുറെ കലാപം ഉണ്ടാക്കിയ ആളാണ്. ഇപ്പൊ കുറച്ച് ഒതുങ്ങിയെന്ന് തോന്നുന്നു വാർദ്ധക്യമൊക്കെ ആയപ്പോ. വാർദ്ധക്യം ആയിട്ടില്ലല്ലോ. ആമുഖമായിട്ടൊരു കാര്യം പറയാം, 2 കാര്യങ്ങൾ പറയാനുണ്ടോ. ഒന്ന്, ഈ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന സംഘടന മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സ് അല്ലെ ഒക്കേഷണൽ ഡ്രിങ്കേഴ്സിനെ മാത്രം നല്ല മദ്യം ഈ ഏതായാലും ഇവിടെ വിൽക്കുന്നുണ്ട്. നല്ല മദ്യം വിൽക്കണം എന്ന് പറഞ്ഞ 1987 ഒക്ടോബർ 2-ാം തീയതി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്താണ് ഞങ്ങൾ സംഘടന ആരംഭിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ഇതുപോലെ തുറന്ന ചർച്ച 21 വർഷം മുമ്പ് ചാരായം നിരോധിച്ച സമയത്ത് താങ്കൾ നടത്തിയ നമ്മൾ തമ്മിലുള്ള പ്രോഗ്രാമിലാണ് ഇരിക്കുന്നു. ഞാൻ ആ 21 വർഷം ഞാൻ മദ്യപിക്കാറുണ്ട്. ഓക്കെ അല്ലേ, സ്ഥിരമായി മദ്യപിക്കുന്ന ആളല്ല. അതല്ല വിഷയങ്ങളെ ഇതുപോലെ തുറന്ന ഒരു ചർച്ച വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ പരിചയപ്പെടുത്തിയതിൽ 90% പേരും മദ്യവർജന പ്രസ്ഥാനക്കാരാണ്. മദ്യത്തിന് വേണ്ടി വാദിക്കാൻ ഞാനും പിന്നെ മദ്യപിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞു, ഞാൻ പേര് മറന്നുപോയി. അത് അഭിനയിക്കുന്നത് വളരെ എളുപ്പമാണ്. മദ്യപിച്ചിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മുന്നിൽ മദ്യപിച്ചില്ല എന്ന് കാണിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മദ്യപിക്കുന്നത് കാണിക്കാൻ ഞാനും ഇവിടെ ഇപ്പൊ മദ്യപിച്ചിട്ടില്ല, മദ്യപിച്ചതായിട്ട് കാണിക്കാൻ പറ്റും. പക്ഷെ തിരിച്ച് മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഭാര്യ ചോദിക്കുന്നത് കൊള്ളിയാഴ്ചയല്ലേ അല്ലെ പെസവാഴ്ചയല്ലേ നിങ്ങൾ ഇന്നും കഴിച്ചോ കുറച്ച് അവിടെ അടക്കി പിടിച്ച് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അദ്ദേഹം ചെയ്യുന്നത് വളരെ ഈസി ജോബാണ്. പിന്നെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു 300 ചില്ലുവാനും
ഔട്ട്ലെറ്റുകളെ അല്ല, ഈ പൂട്ടിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷമാണോ ദുഃഖമാണോ? പൂട്ടുന്നതിലല്ല വിഷയം. പൂട്ടിയില്ല, അവിടെ പൂട്ടിയതാ. ബീവർ ബാറിൽ പൂട്ടിയിട്ട് എന്താ കാര്യം? 5 സ്റ്റാർ പൂട്ടിയിട്ട് ഞങ്ങൾക്ക് സാധാരണ മദ്യം ഉപയോഗിക്കുന്ന ആളിനെ അതൊന്നും പ്രശ്നമില്ല. ഔട്ട്ലെറ്റിന്റെ എണ്ണം കൂട്ടുക. ഇത് ഞങ്ങൾ അന്ന് 35 വർഷം മുമ്പ് ചോദിച്ച പോലെ തന്നെ റേഷൻ കട കൂടെ വിതരണം ചെയ്യട്ടെ. എന്താ ഈ ഇപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്നറിയാവോ? ക്യൂ കൂടുന്നു, ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകുന്നു. അതാണ് ഈ ഔട്ട്ലെറ്റിന്റെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. തമിഴ്നാട്ടിലെ, കർണാടകയിലെ അല്ലെ നമ്മുടെ ആൾക്കാരുടെ കുടി ഒരു മര്യാദയുള്ള കുടിയാണോ? നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, മദ്യപിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചില്ല. അതായത് 30 ml മദ്യത്തിന്റെ ജോലിയാ, അത് ജോലി സർക്കാരിന്റെ ജോലി, ബീവറേജസിന്റെ ജോലി. മുഖ്യമന്ത്രിക്ക് മദ്യപിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ഈ വഴി കിടക്കുന്നത്. ഈ 100 മീറ്റർ ഒളിമ്പിക്സിൽ ഓടുന്ന പോലെയാണ് ഇവിടെ മദ്യപിക്കുന്നത്. അങ്ങോട്ട് ഗ്ലാസ് ഒഴിച്ചു വെക്കുക, ടിങ്ങെന്ന് ഒഴിക്കുക, ഒറ്റപ്പെടുത്തുവാണ്. അങ്ങനെയല്ല മദ്യപിക്കുന്നത്. ഈ ബാർ എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്നറിയാവോ? ബിവറേജസ് അവൈലബിൾ റെസ്റ്റോറന്റ്. അവിടെ നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് മദ്യം വിളമ്പേണ്ടത്, എങ്ങനെയാണ് കുടിക്കേണ്ടത്, അതൊന്നും ഇവിടെ കേരളത്തിൽ പാലിക്കുന്നില്ല. എക്സൈസ് ഇവർക്ക് പോലും അറിഞ്ഞുകൂടെ ഇതെന്താണെന്ന്. അദ്ദേഹം പറയട്ടെ, മദ്യപിക്കേണ്ട രീതിയോ അല്ലെങ്കിൽ ആ നിയമങ്ങളോ പാലിക്കുന്നില്ല. അങ്ങയുടെ ഔദ്യോഗിക ജീവിതത്തില് കുടിച്ചു പഠിപ്പിക്കണമെന്നുള്ളൊരു പരിപാടിയുണ്ടോ? അദ്ദേഹത്തിന്റെ അവസ്ഥ ഏതാ? ഇദ്ദേഹം പറയുന്നത് ആൾക്കാരെ എക്സൈസ് കുടിപ്പിച്ച് പഠിപ്പിക്കണം. മാന്യമായിട്ട് എങ്ങനെ കുടിക്കണം പഠിപ്പിക്കണം. അല്ല, മാന്യമായിട്ട് കുടിക്കുന്നത് മാന്യമല്ലാത്ത രീതി മാന്യത എന്ന് പറയുന്നത് മാന്യമായി കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ശരിക്കും അതിന്റെ രീതിയിൽ കുടിക്കുക. അതായത് കുറച്ച് മദ്യം ഒഴിക്കുക. താങ്കളുടെ ഉത്തരവാദപ്പെട്ട ഭർത്താവും കുടുംബനാഥനുമാണോ? അതെ. കുടിച്ചിട്ട് വീട്ടിൽ ചെല്ലാറുണ്ടോ? ഉണ്ട്. ഭാര്യയെ തല്ലാറുണ്ടോ? വീട്ടിൽ നിന്ന് കുടിക്കാറുണ്ട്. ഇതുവരെ തല്ലിയിട്ടില്ല. ഇല്ല. ഭാര്യയോട് ചോദിച്ചാൽ വിവരം അറിയാം. ചോദിക്കാമല്ലോ. തിരുമനസേ, ഈ കർത്താവിനോട് പൊറുക്കേണ്ട അവസ്ഥയുണ്ടോ? പണ്ടേ പുറത്തിരിക്കുകയാണ്. ഇവ ചെയ്ത് എന്നു ഇവരറിയാകിയാൽ ദൈവമേ ഇവരോട് പൊറുക്കേണമേ എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ബൈബിൾ വല്ലപ്പോഴും വായിച്ചാൽ അറിയാം. മദ്യപിക്കണമെന്ന് തന്നെ ബൈബിൾ പറയുന്നുണ്ട്. ആകയാൽ തന്റെ അജീർണത മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാൻ പച്ചവെള്ളം മാത്രമല്ല അല്പം വീഞ്ഞും കൂടെ കഴിക്കണമെന്ന് 1 തീമോഥെയോസ് 5:21 വാക്യം അറിയാതിരിക്കും. എവിടോ കുടിക്കാത്ത നേരത്ത് കുറച്ച് ബൈബിളും വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നിട്ട് നന്നായിട്ടില്ല. ഇല്ല, പറയാൻ പറ്റത്തില്ല. തിരുമനസേ, ഈ കുടിക്കുന്നത് പാപമാണോ? യാതൊരു സംശയമില്ല, കുടി പാപമാണ്. അപ്പൊ ഈ കുടിയന്മാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇങ്ങനെയുള്ള സംഘടന ഈ നാട്ടിൽ വേണോ? മദ്യം കഴിച്ചു എന്നുള്ള കാരണം കൊണ്ട് അയാളെ ഒരു മഹാപാപിയായി കാണേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായ എന്റെ അഭിപ്രായം മാത്രമല്ല, സഭയുടെ അഭിപ്രായവും ഇത് തന്നെയാണ്. മദ്യപാനിയെ സ്നേഹിക്കുക, മദ്യപാനത്തെ വെറുക്കുക, അതൊരു രോഗമായി കണ്ട് അവനെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് സംരക്ഷിക്കുവാനായിട്ടുള്ള ബാധ്യത കുടുംബത്തിനുണ്ട്, സർക്കാരിനുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞ് ആദ്യം ചെയ്ത അത്ഭുതം എന്താണെന്നറിയാമോ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. കാനായിലെ കല്യാണത്തിൽ ചെന്നപ്പം അവിടെ വീഞ്ഞ് തീർന്നുപോയി. ഭയങ്കര ബഹളവാ. വീഞ്ഞ് തീർന്നുപോയി. ഗ്രഹനാഥന് വീഞ്ഞു കൊടുക്കാനില്ല. അപ്പോഴത്തേക്ക് മാതാവ്, ക്രിസ്തുവിന്റെ മാതാവിന്റെ കൂട്ടത്തില്, മാതാവിനറിയാം ഇതൊക്കെ ചെയ്യാനും ഇതൊക്കെ അറിയാവുന്ന ആളാണ് എന്റെ കൂട്ടത്തിലുള്ളതെന്ന്. മോനെ, ഇവിടെ പ്രശ്നം ഉണ്ടാവും, നീ എന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കണം. ഉടനെ ചെയ്തെന്ന് കഴിഞ്ഞാൽ 12 ഭരണി എടുത്തു വെച്ചു. പഴയത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു, വെള്ളം നിറച്ചു, പ്രാർത്ഥിച്ചു, അത് വീഞ്ഞാക്കി, വീഞ്ഞ് വിളമ്പി. അങ്ങനെ വീഞ്ഞ് ഇപ്പോഴും വിളമ്പുന്നുണ്ട്. ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞു വീഞ്ഞ് മദ്യമാണെന്ന്, മദ്യത്തിന്റെ കാറ്റഗറി പെടുത്തിയില്ലേ. അപ്പൊ ഇവര് 1 ഡേ പെർമിറ്റ് എടുക്കണം. എക്സൈസ് കമ്മീഷണർ അറിയാം, അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച്, അവരുടെ നിയമം അനുസരിച്ചാണെങ്കിൽ നീ പള്ളികളിലെ വീഞ്ഞ് ഉപയോഗിക്കണമെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം. കല്യാണത്തിൽ വിതരണം ചെയ്യണമെങ്കിൽ 1 ഡേ പെർമിറ്റ് എടുക്കണം, പൈസ അടച്ച്. ഇതൊന്നുമല്ല. അന്നേരം ബൈബിളിൽ പറയുന്നില്ല മദ്യപിക്കും. അകത്തേക്ക് ചെല്ലുന്ന എന്താണെന്നുള്ള, പുറത്തേക്ക് വന്ന് കുടിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ള തെറ്റൊന്നും ബൈബിളിൽ പറയുന്നുണ്ട്. വായിച്ച് പറയട്ടെ. അല്ലെങ്കിൽ ഇദ്ദേഹം ബൈബിള് നേരെ വഴിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ തിരുമനസേ? ബൈബിൾ അവരവരുടെ ഇഷ്ടം, അവരവർക്ക് ഇണങ്ങുന്ന കുപ്പായം ആയിട്ട് വ്യാഖ്യാനിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ശുദ്ധമുള്ള സഭയുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ വേദത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശിക്കുകയില്ല. ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം രക്ഷയുടെ ഉന്നത സോപാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇത് മദ്യപന്മാര് അവരുടെ നിലപാടിനെ സൗകര്യമായിട്ട് സാധൂകരിക്കുവാൻ വേണ്ടി പറയുന്നതായ വെറും കുറുക്കു വഴികളാണ്. ഒരു സെക്കൻഡ് വിളിപ്പോസി, ഈ തിരുമനസേ ഇപ്പൊ സഭ അങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? അതായത് എക്സൈസിന്റെ പെർമിഷൻ വാങ്ങിച്ച് വീഞ്ഞ് പള്ളിയിൽ വിതരണം ചെയ്യേണ്ട അവസ്ഥയുണ്ടോ? എക്സൈസിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് മാത്രമേ കുർബാനയ്ക്ക് ആവശ്യമായിട്ടുള്ള വീഞ്ഞ് ഞങ്ങളുടെ അരമനകളിൽ ഉണ്ടാക്കാറുള്ളൂ. പിന്നെന്തുവാ വിളിപ്പോസി നിങ്ങൾ ആവശ്യമില്ല അരമനയിൽ കൊടുക്കട്ടെ? ഇതെന്തുകൊണ്ട് ഞങ്ങൾ തെറ്റാണ്? വീഞ്ഞ് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു. നിങ്ങൾ നല്ല ക്രിസ്ത്യാനിയാണോ? ഞാൻ നല്ല ക്രിസ്ത്യാനി തന്നെയാണ്. അത് പള്ളി പോകണമെന്നൊന്നും ഈ അച്ഛന്മാരുടെ അടുത്ത് എങ്ങനെ കുമ്പസാരിക്കാൻ? എന്റെ ഭാര്യ മോളെ എനിക്കിത് വിടാൻ പേടിയായി ഇപ്പം അരമനയിലേക്ക്. അതെന്താ ഭയങ്കര പേടി എനിക്ക്. ഞാൻ പറഞ്ഞു നീ കുമ്പസാരിക്കണ്ട, എന്റെ അടുത്ത് പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും പറഞ്ഞാൽ മതി. എനിക്ക് അതിനെക്കാളും ശുദ്ധിയുണ്ട്.
അല്ലാതെ ജോമോൻ പറയട്ടെ അരമനയിലേക്ക് ഒരു സ്ത്രീക്ക് കടന്നു ചെല്ലാനുള്ള വിശ്വാസം ഇപ്പൊ ഇല്ല പോയി. പിന്നെ അത് തന്നെയല്ല അച്ഛൻ പറഞ്ഞു പെർമിറ്റ് എടുക്കുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഉണങ്ങിയ മുന്തിരിങ്ങ പിഴിഞ്ഞ ആ നീരാണ് കുർബാനയ്ക്കും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതല്ല. 22 ഡിസ്റ്റിലറി ഉണ്ട് ഇവർക്ക്. ആർക്ക്? ഈ ക്രിസ്ത്യാനികൾക്ക് ഇവിടുത്തെ. അതും കന്യാസ്ത്രീകളുടെ പേരിൽ 2 ഉണ്ട്. അങ്ങനെയാണ് ഇവർ ഈ മദ്യം ഉണ്ടാക്കുന്നത്. മദ്യം കൊടുക്കുകയും അവർ ഉപയോഗിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി ഒരു കല്യാണത്തിന് പങ്കെടുത്തു, ഈ നോയമ്പിന് മുമ്പേ. അപ്പൊ 10 സീറ്റിന്റെ അകത്തിരുന്ന ഒരു കൊച്ചു ഒരു 5-6 വയസ്സ് കാണും. ഈ ഇരുന്ന വീഞ്ഞ് മുഴുവൻ എടുത്തും കഴിച്ചു. അവൻ അടുത്ത തലമുറ ചെല്ലുമ്പോൾ വൈന് മാറി ബ്രാൻഡിയാവും വിസ്കിയാവും. അങ്ങനെയാണ് ഇവർ പരിശീലിപ്പിക്കുന്നത്. പെണ്ണും ആണും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വീഞ്ഞ് കുടിക്കും. എന്തിനാ ഇത്? എന്നിട്ട് പറയാ മദ്യം തെറ്റാണ്. എന്തിനാ ഈ ഇരട്ടത്താപ്പേ? അങ്ങനെ ചെയ്യരുതല്ലോ. അങ്ങനെ ആ ഒരു രീതി ചെയ്യുന്നത് ശരിയല്ല. കൊച്ചു പിള്ളേർക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല. ഒരാഴ്ച മുമ്പ് തന്നെ പേരെടുത്ത് തന്നെ പറയാം, തിരുവനന്തപുരത്ത് മദ്യനിരോധനത്തിന് വ്യക്തമായി നിൽക്കുന്ന സൂസൻ പാക്കി തിരുമേനി എക്സൈസ് കമ്മീഷൻ ഒരു അപേക്ഷ കൊടുത്തു. ഒരു മാസം 250 ലിറ്റർ വൈനാണ് ഉപയോഗിക്കാൻ അനുമതി വേണമെന്നുള്ളത് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അത് 2500 ലിറ്റർ വൈൻ വേണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പം മറ്റു മദ്യത്തേക്കാൾ ഇപ്പം കള്ളിനെയും മറ്റു ബ്രാൻഡേക്കാൾ വീര്യം കൂടുതലാണ് ഈ വൈനുള്ളത്. അപ്പം മദ്യനിരോധനത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതേ ബിഷപ്പ് തന്നെ ഇങ്ങനൊരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഒരു പുറത്തു വന്നപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ ഇട്ടിരുന്നു, വാട്സാപ്പിൽ കൊടുക്കുമ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ അനുകൂലമായി വന്നു. ഇത് ശരിയല്ല. അപ്പം പലരെയും കമൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളെ ഞങ്ങൾ മദ്യം കഴിപ്പിക്കുകയല്ല, പക്ഷെ ഞങ്ങൾ കഴിക്കും എന്നുള്ള നിലപാട് പോലെയാണ് എന്നുള്ള കമൻറ്റ് വന്നു. ഇപ്പം സുപ്രീം കോടതി പറയുന്ന വിചിത്രമായ, ഇപ്പം പല ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി സുപ്രീം കോടതി വിധിക്ക് കണ്ണില്ല, കാതില്ല, വികാരമില്ല, പ്രായോഗിക ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ സുപ്രീം കോടതി വിധി എന്താ പറയുന്നത്? നാഷണൽ ഹൈവേ വഴി പോകുമ്പോൾ അപകടമുണ്ടാകുന്നത് മദ്യം കഴിച്ചുകൊണ്ടാണ് എന്ന്. അപ്പം അതുകൊണ്ട് നിർത്തണം. വലിയ തോപ്പി ചില്ലം ചൂടുന്ന ഒന്നുമില്ല. ഞാൻ ഈ മദ്യം നിരോധിക്കുന്നതിനോട് 100% യോജിപ്പുള്ള ഒരാളാണ്. പക്ഷേ ഇത് ഇവിടെയുള്ള നാഷണൽ ഹൈവേ ഉള്ള മുഴുവൻ മദ്യം എടുത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അവിടെ അതിലും പ്രശ്നമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു സുപ്രീം കോടതി പറയുന്ന ആ ചോദ്യത്തിന്, ആ വിധിക്ക് കൃത്യമായി എനിക്ക് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ചോദ്യം എനിക്ക് ഗുഡ്സ് വഴിയിലൊക്കെ വേറെ റോഡിൽ, NH-ലല്ലാതെ വേറെ റോഡിൽ മദ്യം കഴിച്ചിട്ട് വണ്ടി ഓടിച്ച് നേരെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചെത്തു പോയില്ലേ, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ കഴിക്കുമ്പോൾ മാത്രമേ ആക്സിഡന്റ് മദ്യത്തിന്റെ ഉപയോഗം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ NH-ലുള്ള പള്ളികളിൽ ഇരിക്കുന്നു അവിടെയുള്ള വൈദികൻ വൈൻ കഴിക്കുന്നു. വൈൻ കഴിക്കാൻ ഇപ്പൊ അനുമതി ഉണ്ടല്ലോ, കൂട്ടുകാരണമാണല്ലോ. ഈ വൈദികൻ വൈൻ കഴിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങിയാലേ എങ്ങനെ ഈ വൈദികനെ ഇപ്പൊ പള്ളികളിൽ പറ്റത്തില്ലെന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞില്ലല്ലോ. അപ്പം അങ്ങനെ പറയുമ്പോൾ പല കാരണങ്ങളും ഈ നിയമം കൊണ്ട്, സുപ്രീം കോടതി വിധി കൊണ്ട് പ്രായോഗികത പ്രശ്നമുണ്ടെന്നാണ് പറയുന്നല്ലേ. പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ സാമ്പത്തിക ഘടനയും ജനങ്ങളുടെ ഗവൺമെന്റും സാധാരണ ജനങ്ങളെ എല്ലാം തകിടം മറിച്ചിരിക്കുകയാണ് ഈ വിധി കൊണ്ട്. ഞാൻ ഒരു കൂലിപ്പണിക്കാരന്. എന്നെ പോലുള്ളവർക്ക് മദ്യം കിട്ടുന്നത് വലിയൊരു ആശ്വാസം തന്നെ. ദിവസം കുടിക്കുന്നതാണ്, 1 ലിറ്ററിൽ കൂടുതൽ കുടിക്കും. എവിടെ എത്ര വണ്ടിക്കൂലി മുടക്കിയാലും ഞാൻ അവിടെ പോയി മേടിക്കും. ഈ മാധ്യമ കമ്മിറ്റിയുടെ ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞു, ആരും അറിയാതെ പോയി മേടിച്ചോണ്ട് പറഞ്ഞാന്ന് പറഞ്ഞാൽ പൈസ വന്നു കൊടുക്കുന്നു. അവർക്കും മേടിച്ചോണ്ട് കൊടുക്കും. ഇപ്പോഴും അവരെ മദ്യം മേടിച്ച് ചെല്ലുമ്പോഴേ കുടിക്കാൻ വീട്ടിൽ വെച്ചായിരിക്കും വന്നേക്കുന്നത്. ഈ നേരിട്ട് കുടിക്കുന്ന സ്വന്തമായിട്ടുണ്ടോ? കുടുംബം, ഭാര്യ, ഒരു മോനും ഉണ്ട്. അവരെങ്ങനെ കഴിയുന്നു? അവരെ ഞാൻ പണിക്ക് വന്നതിന്റെ പകുതി പൈസ അവർക്ക് കൊടുക്കും, പകുതി മദ്യപിക്കും. കുറഞ്ഞതായതിന്റെ പേര് എനിക്ക് പൈസ കുറവുണ്ട്. 400 രൂപ വീട്ടിൽ കൊടുക്കും. ആരോഗ്യം എത്ര ക്ഷയിച്ചു? ആരോഗ്യം ഒന്നും ഇതുപോലെ കുടിക്കുക. കരള് പീസായോ? ഒന്നും ആയിട്ടില്ല. മദ്യപിച്ചില്ലെങ്കിൽ എനിക്ക് വിറയിലും ഉള്ളതാണ്. ഇപ്പൊ വിറയിലുണ്ടോ? വിറയിലുണ്ട്. ഇന്ന് കഴിച്ചില്ല, അതുകൊണ്ട് വിറയിലുണ്ട്. പോകുമ്പോഴേ അവസാനത്തെ അവസ്ഥയാണ് വിറയിലെന്ന് മനസ്സിലായിട്ടുണ്ടോ? പോകുമ്പോഴേ ഞാൻ കഴിക്കാനായിട്ട് ലിക്കർ ഉണ്ടോന്നാ നോക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴേ നോക്കി, കണ്ടില്ല. മൈക്കൊക്കെ കിടാന്ന് വിറയ്ക്കുന്ന ഒരാളാണ്. എവിടെ പോയാലും വണ്ടിക്കോലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ പോയി പേടിക്കും. ഇത് എത്ര വയസ്സിൽ തുടങ്ങി? ഞാന് എന്റെ വീട്ടിൽ പണ്ട് വാറ്റുണ്ടായിരുന്നു. ഞാൻ പാളെ കിടക്കുന്ന കാലം പോലെ ഞാൻ കിടന്ന് കരയുമ്പോ അമ്മ ഓരോ സ്പൂൺ പാളെ കിടന്ന് പറഞ്ഞിട്ട് കാര്യം വീണ്ടും ആർക്കെങ്കിലും വിൽക്കണ്ടെന്ന് കൊണ്ട് ഞാൻ കിടന്ന് കരഞ്ഞാൽ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് മയങ്ങും. ഇപ്പൊ പിള്ളേർക്ക് മൊബൈൽ കൊടുക്കും, അന്ന് സ്പൂണിനൊക്കെ തരുമായിരുന്നു, സ്പൂണിനെ ഒഴിച്ചു തരുമായിരുന്നു. അന്നേരം കരച്ചിലങ്ങ് നിൽക്കും. അന്ന് മുതലേ ഞാൻ കൂടി തുടങ്ങിയതാ. എന്നാ കൂടി തുടങ്ങിയെന്ന് പറയാനും പറ്റത്തില്ല. നിങ്ങൾ തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ? അമ്മ ചെയ്ത അതേ ചരിത്രം വെച്ചിട്ട്? ഇല്ല. ഇല്ല.
നമ്മേക്കാളും ഭേദോ എനിക്ക് തന്നെ കുടിക്കാൻ തികയുന്നില്ല. പിന്നെ കൊച്ചിനോട് കൊടുക്കാനൊക്കെ അതാണ് പ്രശ്നം. എനിക്ക് കുടിക്കാൻ തികയുന്നില്ല. എന്താ കൊച്ചിനോട് ഞാൻ അങ്ങനെ കൊടുക്കും. പിന്നെ അതിനെക്കോളം പൈസ ഉണ്ടെങ്കിൽ ഒരു പൈൻ്റെ ഒരു പുള്ള മേടിച്ച് കൊടുത്തേനെ 4 ദിവസമായിട്ടെങ്കിലും കുടിച്ചോളാൻ പറയും. അതില്ലാത്തോണ്ട് അയാൾ കൊടുക്കുന്നില്ല. പിന്നെ അയാൾ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി പോയി കുടിക്കട്ടെ. അത് നമുക്ക് പ്രതീക്ഷയില്ല നമ്മൾ ജീവിക്കുന്നത്. ഇത് എത്രയും അടുത്ത് വരണമെന്നുള്ള പ്രാർത്ഥന എന്റെ. ഇത്രയും ദൂരം പാവം എനിക്ക് താമസം കള്ള് ഷാപ്പിലോട്ട് മാറ്റിയാലോ? മിക്കവാറും മാറേക്കൊക്കെ ഞാൻ പോയി താമസിക്കുന്നുണ്ട് ദൂരമൊക്കെ ആണെങ്കിൽ. ജോൺസൺജി, ഇതൊക്കെ ഇവിടുത്തെ ഒരു കാഴ്ചയാ. ഇയാളൊന്നും ഒരു റയർ കക്ഷിയല്ല. ഇവരെ പോലെ 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അതായത് ഗവൺമെന്റിന് ഇത് താല്പര്യമാണ്. കാര്യം ഗവൺമെന്റ് ഇപ്പോൾ യഥാർത്ഥ ഡോക്ടർ തോമസ് ഐസക് ഈ വിധി വന്നതിന് ശേഷം ഏറ്റവും നടുങ്ങിയത് അദ്ദേഹം 5,000 കോടി അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണം. അതെവിടെ നിന്നുണ്ടാക്കും? കുടിയന്മാരെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ തീരുമാനിച്ചിട്ടുള്ള ലോകത്തെ ഏക നാടാന്ന് തോന്നിയത്. അദ്ദേഹം പറയുമ്പോൾ എല്ലാവരും നമ്മൾ കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്യാണ്. സത്യത്തിൽ അദ്ദേഹം ഒരു രോഗിയാ. അങ്ങയുടെ കേന്ദ്രത്തിന് ട്രീറ്റ്മെന്റും ഉണ്ട്. ശരിയാ. ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ച കഴിച്ചില്ലെങ്കിൽ ഉള്ള രോഗമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു കേന്ദ്രമുണ്ട്. ഒരു രോഗവും ഇല്ല. താങ്കൾ ഈ പരിപാടി കഴിഞ്ഞ് നേരെ അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിലേക്ക് പോകണം. താങ്കൾക്ക് ഒരു ചികിത്സയുണ്ട്. നമുക്ക് കാണാം ഈ ലിക്കർ ഷാപ്പ് നമുക്ക് പറയുന്ന അവിടെ നമ്മൾ കയറി ക്യൂ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തർ വന്ന് ചാനലുകാർ വന്ന് അതെടുത്തോണ്ട് വന്നു ഇതെടുത്തോണ്ട് വന്നു വീട്ടുകാരും കൂടെ അറിഞ്ഞോട്ടണം. ചാനലുകാർ പിടിച്ചോണ്ട് വന്നു ക്യൂ ഇത്രയും നീണ്ടു നിൽക്കുന്നു. പിന്നെ വലിയ വലിയ ആൾക്കാരൊക്കെ തല മറയ്ക്കുന്നു. കുടിയന്മാര് നേരെ തന്നെ നിൽക്കുക. കുടിയന്മാര് നേരെ തന്നെ നിൽക്കുക. എന്നോട് ചോദിച്ചു നിങ്ങള് ഈ ക്യൂ ഇത്രയും നിന്നിട്ട് കയറിപ്പാനൊക്കെ ഞാൻ പറഞ്ഞു അടയ്ക്കുന്നവരെ നിൽക്കുക. അടച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് അടയ്ക്കുന്നവരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഒരു രോഗമാണ്. ഈ രോഗത്തിന്റെ പ്രഥമ ലക്ഷണമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഹന്തയാണ്. ആ അഹന്ത ബാധിക്കുന്ന ഒരു കക്ഷി ഒരിക്കലും അങ്ങനെ ഒരു അഡിക്റ്റ് ആണെന്ന് സമ്മതിക്കില്ല. അതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ തീർച്ചയായും 10,000-15,000 പേരെങ്കിലും ഞങ്ങളുടെ സ്ഥാപനം പുനർജനിയിൽ വന്ന് ഈ പറഞ്ഞ ആ അവസ്ഥയിൽ വന്നിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. താങ്കൾക്ക് ആഗ്രഹമുണ്ടോ പുനർജനിയിലേക്ക് പോകാൻ? എനിക്ക് ഒരാഗ്രഹം കാണാൻ വേണ്ടി. ഈ മദ്യത്തിനേക്കാളും വലുതായിരിക്കും അവരെ നമുക്ക് ശരീരത്തെ കുത്തിവെക്കുന്നത്. അങ്ങനെ കുത്തിവെപ്പൊന്നുമില്ല അവിടെ. ഞങ്ങൾ ഒരു മരുന്നും കൊടുക്കുന്നില്ല. ഒരു മരുന്നും കൊടുക്കുന്നില്ല. കുത്തിവെപ്പൊന്നുമില്ല. രാവിലെ ഒരെണ്ണം കിട്ടും. ഷോക്ക് അടിപ്പിക്കില്ല. ജയിലിലിടില്ല. പൈസ ചെലവില്ല. രാവിലെ ഒരെണ്ണം കൊടുക്കും. അതെ, അത് 3 ദിവസത്തേക്ക് കൊടുക്കുന്നതാണ്. കാരണം അത് വിഡ്രോവൽ പ്രോബ്ലംസ് ഒഴിവാക്കുക എന്നുള്ളതിന് ഞങ്ങൾ ചെയ്യുന്ന ഒരു മെത്തേഡാണത്. അത് റെഡ്യൂസ് ചെയ്യണം ക്വാണ്ടിറ്റി. താങ്കളുടെ സ്ഥാപനത്തെ കുറിച്ച് ചുരുക്കി 3 വരി പറയും അദ്ദേഹത്തിന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഞങ്ങളുടെ സ്ഥാപനം ഈ പുനർജനി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ബോധവൽക്കരണത്തിലൂടെ മാത്രം ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇത് മാത്രമല്ല, താങ്കൾ കുടിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ലിറ്റർ കുടിച്ചാളാ. അതെ, ശരിയാണ്. ഞാൻ 36 വയസ്സ് വരെ മദ്യപിച്ച് ഈ കേരളത്തിൽ മൊത്തം ഓടി നടന്നിട്ടുള്ള കക്ഷിയാണ്. കുടിച്ച് കുട്ടപ്പനായ ഒരു തൃശ്ശൂർക്കാരനാ അല്ലേ? അതെ. അതുപോലെ ജീവിച്ചിരുന്ന എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയപ്പോ ഇതൊരു രോഗമാണെന്ന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായപ്പോ ഞാൻ ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ വേണ്ട എന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റി. എത്ര വർഷം വെറുതെ പോയി? 36 വയസ്സ് വരെ കുടിച്ചു. ഇത് 48 വയസ്സ് പോയി. മാനസാന്തരപ്പെട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയാ. കാശുണ്ടാക്കും മദ്യത്തിന് പിന്നെ പൈസ കളയേണ്ടി വരിക. പിന്നെ അതിന്റെ പിന്നിലത്തെ ലക്ഷ്യം. എന്റെ സുഹൃത്തെ കാശുണ്ടാക്കുന്ന കേന്ദ്രമല്ലത്. അദ്ദേഹം 10-20 കൊല്ലം കുടിച്ചാളല്ലോ. ആ കുടിക്കുന്ന പൈസയെങ്കിലും അദ്ദേഹത്തിന് മിച്ചം വരികയില്ല. കുടിയൊക്കെ നിർത്തിയ അതുകൊണ്ടാ താങ്കൾ കുടി നിർത്തിയ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളി. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അവർക്ക് ഈ പറഞ്ഞ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളും രോഗിയാണ് ശരിക്കും. തീർച്ചയായിട്ടും ചർച്ച നടത്തി കഴിഞ്ഞാൽ അവസാനം ഉണ്ടല്ലോ ഇദ്ദേഹത്തിന് ഒരു കുടിയനായി പുള്ളി മാറ്റി വന്നിരിക്കുന്നു. അതിന്റെ സാധ്യതയുണ്ട്. എന്റെ ആശാനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോ അവരുടെ കുടുംബം എത്രമാത്രം മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 400 രൂപ കൊടുക്കുന്നുണ്ട് ഡെയിലി. അതുകൊണ്ട് എന്താ ഒരു മദ്യപാനി എന്നുള്ള ഒരു മേൽവിലാസം ഒരു ഭാര്യയ്ക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവോ? 700 രൂപ ശമ്പളം കിട്ടുന്ന 1000 രൂപ കൊടുക്കാനോ? ആ 1000 രൂപയുടെ അല്ല വിഷയം. ആ സ്ത്രീ ആ കുടുംബത്തിൽ അനുഭവിക്കുന്ന മാനസിക പീഡനം അതൊരു കുടുംബ രോഗമായിട്ട് തീരുകയാണ് ഈ ഒരു മനുഷ്യൻ കാരണം. മാനസിക പീഡനം കുടിക്കുന്നതിന് ഒരു വഴക്കം സ്വയം വല്ല തോട്ട് വരുമ്പോഴും ഒക്കെ കൊണ്ടുവന്ന ഈ ജവാനോ പിന്നെ ബീജോണോ ഒക്കെ കൊണ്ടുവച്ച് ഏറ്റവും കുറഞ്ഞത് കുടിച്ചാ പോകുന്നത്. ഇപ്പം പൈസയുടെ ചുരുക്കം കൊണ്ട് 4 പേരൊക്കെ ചെന്ന് ഷെയർ കയറുന്ന ഇപ്പം വണ്ടിക്കൂലിയോ കാഴ്ച ചെയ്യാൻ വേണ്ടി ഒരാൾ പോയി മേടിക്കുന്നത്. ഇത് അടിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ശാരീരിക അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇത് മനുഷ്യനെ കുടിക്കാനല്ലേ വെച്ചേക്കുന്നേ. ഇത് കുടിക്കുന്നതിന്റെ പേര് മനുഷ്യനെ കുടിക്കാൻ വേണ്ടി സൃഷ്ടിക്കുന്നു. കുടിക്കുന്നതിന്റെ പേര് പിന്നെ പോലീസുകാർക്ക് പെറ്റി അടിക്കാം, പിന്നെ സർക്കാരിന് പൈസ ഉണ്ടാക്കാം. അങ്ങയുടെ അഭിപ്രായത്തില് കേരളത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചേട്ടത്തി അരൂർ പാലത്തെ വെച്ച് തന്നെ 11 കിലോ കഞ്ചാവായിട്ട് ഇടയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടു.
അതെ, അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് വളരെ കൂടുതൽ കഞ്ചാവ് ലഹരി പദാർത്ഥങ്ങളും കേരളത്തിലെ മെട്രോ നഗരങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് തന്നെയല്ല, നമ്മുടെ ചെറിയ ജനറേഷൻ, പുതിയ ജനറേഷൻ കുട്ടികളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പൊ മദ്യം ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോ കേരളത്തിലെ ബിയർ പാർലറുകൾ തുടങ്ങുകയാണ് ചെയ്തത്. അതിനെല്ലാം പെർമിഷൻ കൊടുക്കുമ്പോ ഈ ബിയർ കുടിക്കുന്ന കുട്ടികള് അടുത്ത ഭാവിയിൽ അവർ മദ്യപാനികളായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ഒരു അവസ്ഥ നഴ്സറി സ്കൂൾ പോലെയാണ്. മദ്യപിക്കാൻ വേണ്ടിയുള്ള നഴ്സറി സ്കൂളാണ് സത്യം പറഞ്ഞാൽ ഈ ബിയർ പാർലറുകൾ. അങ്ങനെ ആരംഭിച്ചുകൊണ്ട് ഇതിനകത്ത് വേറെ പ്രശ്നം അറിയുമോ, അതായത് കേരളത്തിൽ ഈ മദ്യത്തിന് ഇങ്ങനെ ഒരുതരം അവസ്ഥ വന്നപ്പോ പല ഇന്റർനാഷണൽ സെമിനാറുകളും ഒക്കെ ശ്രീലങ്കയിലേക്ക് പോകുന്ന പറയുന്നത്. ടൂറിസത്തിന്റെ സാധ്യത കുറച്ച് മങ്ങി തുടങ്ങിയെന്ന് പറയുന്നു. ഗവൺമെന്റ് വരുമാനം കുറഞ്ഞു തുടങ്ങിയെന്ന് പറയുന്നു. ഗവൺമെന്റ് നിലനിന്ന് പോകാൻ പ്രയാസമാണെന്ന് നമ്മുടെ ധനമന്ത്രി തന്നെ പറയുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഇത്രയും കാലം ഈ ഡോക്ടർ തോമസ് ഐസക് ഇപ്പോഴല്ലേ ധനമന്ത്രിയായത്? ഇതിനു മുമ്പ് എത്രയോ ധനമന്ത്രിമാർ വന്നുപോയി. ഇവരെല്ലാവരും തന്നെ കുടിയന്മാരെ കൊണ്ട് ജീവിച്ചു പോകാം എന്ന് വിശ്വസിച്ച് ഭരിച്ചൊരു നാടായത്. നമ്മൾ ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, മനുഷ്യനെന്ന് പറയുന്ന സാധനം, അദ്ദേഹം ആ ജീവി സുഖാന്വേഷിയാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സുഖം വേണമെന്ന് വിചാരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അപ്പൊ അതിന് ഏറ്റവും സുലഭമായിട്ട് ഏറ്റവും ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് മദ്യം. ആ മദ്യം കഴിക്കുന്ന എല്ലാവരും തന്നെ രോഗികളാകുന്നില്ല. ഇദ്ദേഹം പറയുന്ന പോലെ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് നടത്തുന്ന ആൾക്കാര്, ഫിലിപ്പോസിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഉത്തരവാദപ്പെട്ട മദ്യപന്മാര് 1-2 പൈന്റ് അടിക്കാവും, വീട്ടിൽ കയറുക, ഭാര്യയായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുക. 80% ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റും. 80% ആൾക്കാർക്ക് അതുപോലെ ജീവിക്കാൻ പറ്റും. പക്ഷെ 20% ആണ് ആൽക്കഹോളിക്സ് ആയിട്ട് മാറുന്നത്. ഈ പറയുന്ന 3% വരുമോ കേരളത്തില്? കേരളത്തിൽ 20% ഉണ്ട്. 20% കേസ് കേട്ടായി. യെസ്. അപ്പൊ അത്തരം ആൾക്കാര് അത് രോഗമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെന്റും നമ്മുടെ സമൂഹവും മെനക്കെടുകയാണെങ്കിൽ ഈ രോഗത്തിന് ചികിത്സ സർക്കാരിനില്ല. ഇല്ല. കാര്യം ഒരു സ്ഥലത്ത് മദ്യപന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു, ടെലിവിഷൻ സിനിമയിൽ എഴുതി കാണിക്കുന്നു മദ്യപാനം വിരുദ്ധമാണെന്ന് എഴുതി കാണിക്കുന്നു. കേരളത്തിൽ മാത്രമേ ഈ രീതിയുള്ള മദ്യപാനം ഉള്ളൂ. നമ്മൾ ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ഉള്ളൂ മദ്യപിച്ച് കൂട്ടം കൂടി പാട്ട് പാടുക, ഒരാളെ നിർബന്ധിക്കുക. വേറെ ഏതോ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മദ്യത്തിന്റെ കുപ്പിയിലെഴുതുന്ന ഡ്രിങ്ക് റെസ്പോൺസിബിളി എന്നാ, ആൽക്കഹോൾ ഹാനികരമെന്ന് എഴുതുന്നില്ല, ഡ്രിങ്ക് റെസ്പോൺസിബിളി. അതുപോലെ സിനിമകളിലൊക്കെ കാണുന്നത് അത് വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഡ്രിങ്കേഴ്സിനെ കാണുന്നത്. ഇവിടെ മലയാളം സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഒക്കെ ഹിന്ദി സിനിമയിലൊക്കെ കാണിക്കുന്ന പറഞ്ഞാൽ കൂട്ടം കൂടുക. ഒരു മദ്യപന്റെ ഇമേജ് തകർത്തതിൽ ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതല്ല, സിനിമാ നായകൻ അല്ലെങ്കിൽ വില്ലൻ കുടിച്ച് കുപ്പി വലിച്ചെറിഞ്ഞിട്ട് ചെന്നാലേ ഇടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ സിനിമ. മറ്റു സിനിമകൾ ഒരു വിദേശ രാജ്യങ്ങളിലെ ഒരു സിനിമയിൽ ഇങ്ങനെ ഇല്ല. ഏതൊരു കാര്യവും സെക്സ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും മലയാളികൾ ഏറ്റവും മോശമായി കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ മദ്യവും. ഇത് നല്ല, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എങ്ങനെ കുടിക്കണം എന്നുള്ളത് ശീലിപ്പിക്കണം. ഇത് മദ്യം വീഡിയോ റിലീസ് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. ചാനലുകളൊക്കെ ഇത് ചെയ്യണം. നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ? 20 കൊല്ലത്തിന് മുമ്പ് ഒരു ചാരായ നിരോധനത്തിൽ പങ്കെടുത്ത് ഇതേ കാര്യം പറഞ്ഞു പഠിപ്പിക്കണം. താങ്കളാണ് കേരളത്തിൽ ആദ്യമായി ഇതുപോലെ ഒരു ഓപ്പൺ ഡിസ്കഷൻ. എന്നിട്ട് നിങ്ങൾ പഠിപ്പിച്ചില്ലല്ലോ 20 കൊല്ലം. അത് ചർച്ചയാകണം, എല്ലാ മേഖലയിലും ചർച്ചയാകണം. അല്ലാതെ മദ്യവർജനം അല്ല. നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കും. കേരളത്തിൽ 60 വർഷമായിട്ട് ഒരു പാറക്കലച്ചൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു, മന്മഥൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ കൈമാപ്പറമ്പറ്റ്. ഇവരൊക്കെ കഥാപ്രസംഗം പള്ളികളിലും അമ്പലങ്ങളിലും പൊതുവേദികളിലൊക്കെ കഥാപ്രസംഗം നടത്തി ഇവിടുത്തെ ബോധവൽക്കരണം നടത്തിയതാണ്. ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും. ഇങ്ങനെ അത് ഉണ്ടായിരുന്നു. എന്നിട്ട് ആരെങ്കിലും അല്ലല്ല അല്ല അദ്ദേഹത്തിന് അറിയാം. പാറക്കലച്ചനൊക്കെ ഈ കേരളം മുഴുവൻ അറിയുന്ന അച്ഛന്മാരൊന്നും പറയാൻ പറ്റില്ല. വീടുകളിൽ ഇവിടെ ചാരായം മാറ്റി കുടിച്ചിരുന്നു ആൾക്കാരെ. ഇതുപോലെ അല്ല, ഞാൻ ചോദിക്കുന്നില്ല. കേരളത്തിലെ ഡിവോഴ്സുകളുടെ ഇത് എണ്ണം പരിശോധിച്ചാൽ അത് ഒരുപാട് കൂടുക. നമ്പർ 1 എന്നൊക്കെ ആള് പറഞ്ഞു ഇന്ത്യയിൽ. നമുക്കറിയത്തില്ല, കാരണം യഥാർത്ഥ സർക്കാരിന്റെ പോലും ഇല്ല. 3-ാം സ്ഥാനം അല്ല, അറിയില്ല. പക്ഷെ ഇതിനകത്ത് മദ്യത്തിന് നല്ല റോളുണ്ട്. തീർച്ചയായിട്ടും. അതെ, കാരണം നമ്മുടെ കുടുംബിനികൾക്ക് മാന്യമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു എന്തുകൊണ്ടാണെന്നറിയാവോ? അത് നമുക്കിപ്പോ അയൽക്കൂട്ടങ്ങളുണ്ട്, ഒരുപാട് സംഘടന ഉണ്ട്. ഇപ്പൊ ഒരു വീട്ടിൽ വന്നൊരു മദ്യപിച്ചിട്ട് ഒരുത്തം വന്ന് ആ ഭാര്യയോ മക്കളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈയേറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് ഒരു പോലീസിന്റെ യൂണിഫോം കണ്ടാൽ മതി, ഇവൻ അന്നേരം ഇവന്റെ കള്ളിറങ്ങും. അവന് 2-3 പ്രാവശ്യമായിട്ട് കഴിയുമ്പോൾ ഭാര്യയ്ക്ക് പേടിയായിരിക്കും ഭർത്താവിന് പറയാൻ. അതിലൊക്കത്തുള്ള അയൽക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരിക അച്ഛന്മാര് ഇവിടെ ഇതിന് മുന്നിൽ ഇറങ്ങുന്നുണ്ട്. KCBC എന്ന് പറഞ്ഞ സംഘടന വരെ ഇതിനുണ്ട്. ഒരു വീട്ടിലെ കത്തോലിക്ക സമുദായത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരാൾ വന്ന് മദ്യപിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൾ പള്ളി പറയുക, ആ വീട്ടമ്മ വീട്ടിൽ പറഞ്ഞ ആ അച്ഛന്മാർക്ക് ഉപദേശിച്ചു പള്ളിയുടെ ഉപദേശത്തിന്റെ കുറവൊന്നുമില്ല. വാസ്തവം പറഞ്ഞാൽ സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് മദ്യമെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെ തന്നെയും കാർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും.
ഈ സത്യം നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ആരെങ്കിലും ഒരാൾ കുടിച്ചു, അദ്ദേഹം അദ്ദേഹമല്ല സംസാരിക്കുന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടാലറിയാം. ഞാൻ കുറ്റം പറയില്ല സ്നേഹിത, അങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിനടിമപ്പെട്ടൊരു രോഗിയായി മാറിയിരിക്കുകയാണ്. ഈ രോഗാവസ്ഥയിൽ നിന്ന് അങ്ങക്ക് ഒരു വീണ്ടെടുപ്പ് താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതേക്കുറിച്ച് വ്യക്തമായി അറിവുള്ളവരുടെ അടുക്കൽ ചെന്ന് ഒരു കൗൺസിലിങ്ങിനോ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് താൻ വിധേയനായാൽ താനും തൻ്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കുകയാണ്. മദ്യപാനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, അതൊരു രോഗമാണ്. മറ്റ് രോഗങ്ങൾ പോലെ തന്നെ ഏത് രോഗമായാലും കൊള്ള അതിനനുസൃതമായിട്ടുള്ള ചികിത്സ നാം കൽപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ ആ രോഗിയെ ആരും വെറുക്കാറില്ല. ക്യാൻസർ അല്ല, ഹാർട്ടല്ല, ഞാൻ ബൈപ്പാസ് നടത്തിയൊരു മനുഷ്യനാണ്. ഞാൻ പറയുകയാണ്, ബൈപ്പാസ് നടത്തേണ്ടി വന്നു, ആശുപത്രിയിൽ പോയി, മദ്രാസിൽ പോയി, ഞാൻ ബൈപ്പാസ് നടത്തിയൊരു വ്യക്തിയാണ്. ഞാൻ മദ്യപിക്കുന്നതിന്റെ പേരിൽ എനിക്ക് ഒരു ബൈപ്പാസും ചെയ്യേണ്ടി വന്നിട്ടില്ല. തിരുമേനെ മദ്യപിച്ചോണ്ട് ബൈപ്പാസ് വന്നല്ല, മദ്യപിക്കാത്തോണ്ട് വന്നതാ. എനിക്ക് ഇതുവരെ ഒരു ബൈപ്പാസും വേണ്ടി വന്നിട്ടില്ല. താങ്കൾക്ക് ഇനി ഒരു തിരിച്ചുവരവിന് താല്പര്യം ഉണ്ടെങ്കിൽ മിസ്റ്റർ ജോൺസ് വേണേ താങ്കളുടെ കാര്യം ഏറ്റെടുക്കും. ഇതിപ്പോ ഞാൻ ഇപ്പൊ മദ്യം നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ബൈപ്പാസ് വേണ്ടി വരും. അതുപോലെ തിരുമേനിക്ക് കാശുണ്ട് ബൈപ്പാസ്. ഭാര്യ ചോദിച്ചാൽ അറിയാം ഇതിനൊക്കെ ബൈപ്പാസ് ചെയ്ത് കിടത്തുന്ന നല്ലതെന്ന് എന്ന് ഭാര്യ പറയുന്നത്. തിരിച്ചുവരവിന് താല്പര്യമുണ്ടോ? തിരിച്ചു വരണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഒരു നിലപാടുണ്ടാക്കും. ഉടനെ എനിക്ക് ബൈപ്പാസ് ഞാൻ ഏറ്റെടുക്കുന്നു. രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യം അംബികാജി പറഞ്ഞു. എന്തിനാ മാവ എന്നെ തലനെ ഞാൻ ഗുണപ്പെടാൻ സാധ്യത? അത് തന്നെ തിരുമേനി. ഈ കുഞ്ഞാളെ രക്ഷിക്കാൻ സഭയ്ക്ക് ഒന്നും പറ്റത്തില്ല. ഇങ്ങനെയുള്ളവരെ അംബികാജി പറയൂ. അതായത് കേരളത്തിലെ അവസ്ഥ അറിയാലോ. ഇതുപോലെ മൗലികവാദികളായ കുടിയന്മാരാണ് നമ്മുടെ നാട്ടിൽ. ഫിലിപ്പോസ് പറയുന്ന മാന്യന്മാരായ കുടിയന്മാർ, സദാചാരരാമന്മാരല്ല ഇവരെന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങിയിട്ടുള്ളതാ. 50% വീട്ടിലെ 50% മദ്യശാലയ്ക്ക്. എന്തൊരു നല്ല ഇക്വേഷൻ. എക്കണോമിക്സ് സൂപ്പർ. പറഞ്ഞു. ആക്ച്വലി ഞാൻ ഈയിടയ്ക്ക് ഞാനിത് വളരെ യെസ്, ബിക്കോസ് നമ്മുടെ കിളിയല്ലൂർ കൊല്ലത്ത് രണ്ടാംകുറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവര് ബെവ്കോന്റെ ഔട്ട്ലെറ്റ് തുടങ്ങി. നമ്മുടെ വീട്ടിന് ഒരു കല്ലെറിഞ്ഞാല് അവിടെ ഫ്രണ്ട് അപ്പൊ ഈ 500 മീറ്റർ മെയിൻ റോഡിൽ നിന്ന് പോണം എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് നോൺസെൻസ് ആക്ച്വലി, ബിക്കോസ് അവര് പിന്നെ റെസിഡൻഷ്യൽ ഏരിയയിലാണ് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. യുനോ അവിടെ ഒരു കോളേജ് ഉണ്ട്, 750 സ്റ്റുഡൻസ് ഉണ്ട്, ഒരു പ്ലേ സ്കൂൾ ഉണ്ട്, 300 കുട്ടികള്, ആൻഡ് ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ ഇടയിൽ ഒരു ഔട്ട്ലെറ്റും. ആൻഡ് അവിടെ മുഴുവൻ അവിടെ ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി. ആൻഡ് ഒരു എമർജൻസി വല്ലതും നമ്മുടെ വീട്ടിലോ നമ്മുടെ നെയ്ബേഴ്സിന്റെ വീട്ടിൽ വന്നാല് ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതി. ഇപ്പൊ നമുക്ക് സ്റ്റേ ഓർഡർ കിട്ടി, ബിക്കോസ് ഇറ്റ്സ് എ റെസിഡൻഷ്യൽ ഏരിയയുടെ അകത്ത്. ഇത് എവിടെ കൊണ്ടുപോയി തുടങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഐ നോ ഹി ഈസ് ഡെസ്പറേറ്റ് ഫോർ എ ഡ്രിങ്ക് റൈറ്റ് നൗ. അല്ലെ? Look at him. And I feel sorry. Body language കാണുമ്പോൾ അറിയാം ഇരിക്കുന്ന ഇരിപ്പിട്ടില്ല. അപ്പൊ ഇന്നലെ ഷട്ടർ ഞങ്ങൾ താത്തു കിളിയല്ലൂർ. അംബികാജി അങ്ങനെ പ്രസ്ഥാനം എന്തോ ഉണ്ടാക്കിയോ? ഭയങ്കര ബഹളം ഉണ്ടാക്കി ഞങ്ങള്. അതെ, സമരമൊക്കെ നടത്തി. അംബികാജിക്ക് അങ്ങനെ തോന്നാൻ കാര്യം? എന്റെ വീട്ടിന്റെ തൊട്ടടുത്താ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന കോൺസെപ്റ്റ് എങ്ങനെയാ ലിക്വറിനോട്? Listen, I think consumption in limit is fine. Yeah, it is fine. I'm not saying it's okay for you. I'm absolutely fine with that. I'm not saying a dry state ആക്കണം. I know ഞാൻ പറഞ്ഞു ലൈക്ക് ആ ചൂടത്ത് ഞാൻ പറഞ്ഞു കേരള ഒരു ഡ്രൈ സ്റ്റേറ്റ് ആക്കണം, ബിക്കോസ് ഇവിടുത്തെ കുടി ഒരു ലെവലില്ലാത്ത കുടിയല്ലേ. Yeah, he himself is a bottle. But what I'm trying to say is there has to be some decency to it, no? എല്ലാരും കുടി എന്ന് വെച്ചാല് ഭയങ്കര അങ്ങ് അറ്റ മൂക്കറ്റല്ലേ കുടിക്കുന്നത്. താങ്കൾ ഏത് കള്ള് ഷാപ്പിലായിരുന്നു? ഞാൻ ഈ എടപ്പള്ളിയിലാണ് നിന്നത്. കള്ള് മാത്രമേ ഉള്ളൂ അവിടെ? കള്ള് മാത്രം. അത് അടച്ചു. ഈ ദൂരപരിധി വന്നപ്പോഴാണോ? ഞാൻ മാത്രമല്ല, ഒരു ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാം കൂടി എനിക്ക് 8,000 പേരുടെ ജോലി നഷ്ടപ്പെട്ടു കാണോ കേരളത്തിൽ? അപ്പൊ 10,000 മേളിലുണ്ട് അല്ലേ? ഞങ്ങള് നിയമപരമായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന എല്ലാ വ്യവസ്ഥയ്ക്കും അനുസരിച്ചുകൊണ്ട് ഞാൻ വ്യക്തിപരമായി താങ്കളോട് ചോദിക്കട്ടെ, 10,000 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. അതൊരു വലിയൊരു അവസ്ഥയാണ്. ഈ 10,000 പേരുടെ ജോലി ഒരു പക്ഷേ സർക്കാരിന് സംരക്ഷിക്കാൻ പറ്റിയെന്ന് വരാം. ഈ 10,000 പേരുടെ ജോലി ഈ 10,000 പേരുടെ ജോലി സംരക്ഷിക്കുന്നതാണോ ഈ നാട്ടിലെ ജനങ്ങൾ വഴിതെറ്റുന്നതാണോ താങ്കൾ ഏറ്റവും വലിയ അപകടമായി കാണുന്നത്? അല്ല സാറേ, ഒരു ബസ് അപകടം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ബസ്സെല്ലാം നിരോധിക്കാൻ പറ്റുമോ? നമ്മളാ ഇപ്പൊ ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മരിച്ചെന്നും പറഞ്ഞ് ആരും പ്രസവിക്കാണ്ടിരിക്കണ്ട.
അപ്പൊ അതെല്ലാം ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. നമ്മുടെ ഈ മദ്യപാനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു വ്യവസ്ഥിതിയാണ്. നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മളെ പണ്ട് കാലങ്ങളിൽ നിന്നാണ് ആ വ്യവസ്ഥിതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അത് പരിശോധിക്കണം. അത് പരിശോധിച്ച് ഈ അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വ്യവസ്ഥിതിയിൽ പിരിമുറുക. ഇപ്പൊ ഞങ്ങള് ഷോപ്പുകളിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കുടിക്കാൻ വരുന്നവരുടെ മാനസികാവസ്ഥ ഞങ്ങളോട് പറയാറുണ്ട്. അവര് വീട്ടിലെ പല പ്രശ്നങ്ങളും, പല കുടുംബപരമായ പല പ്രശ്നങ്ങളിലെയും വിങ്ങിപ്പൊട്ടിയാണ് അവർ വരുന്നത്. ഞങ്ങൾ അവരെ ഉപദേശിക്കാറുണ്ട്, ഞങ്ങളാൽ കഴിയുന്ന അറിവുള്ളവർ. പിന്നെ ഞങ്ങൾ വേണ്ട രീതിയിൽ ഇപ്പോൾ ഡോക്ടറെ അടുത്ത് വിടേണ്ട വരികയാണെങ്കിൽ അവരുടെ വീട്ടുകാരെ വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ പലരും ഇവിടെ വന്നിരിക്കുന്നവർ പല ഷാപ്പുകളും പൂട്ടിച്ച് കൊണ്ടുപോകാനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഞങ്ങളോട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ 10 ഷാപ്പ് പൂട്ടിക്കുമ്പോ 100 ഷാപ്പ് അവിടെ തുറന്നുകൊണ്ടാണ്, വ്യാജൻ തുറന്നുകൊണ്ടാണ്. അപ്പോൾ 10-15 ദിവസത്തെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ കുട്ടികളും അവരുടെ ഒരു ജീവിത പ്രശ്നമുണ്ട്. അതും കൂടി അഡ്രസ് ചെയ്യണം. എല്ലാവരും മദ്യപിക്കണമെന്ന് ഞങ്ങൾ പറയണില്ല. പക്ഷെ ഒരു നിയമം മൂലം ഒരു ഏപ്രിൽ മാസം 1-ാം തീയതി വന്നപ്പോൾ ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇത് ഇന്ത്യയിൽ ഇതേപോലെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കാട് ആദിവാസികൾ കാട്ടിൽ കഴിച്ചിരുന്നു. ഒരു ദിവസം വന നിയമം വന്ന് അവര് കുറ്റവാളികളായി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ കുറ്റവാളികളായി. ഇപ്പൊ മാഡം പറഞ്ഞ് ആ മാഡത്തിന്റെ അവിടെയുള്ള ആ ബിവറേജ് വീടിന് മുമ്പിൽ അത് മാഡം ചെയ്തത് തെറ്റാണത്. കാരണം എന്ന് വെച്ചാൽ അവിടെ മാഡം ആ ബിവറേജിനെതിരെ സമരം ചെയ്യണം. ആ ബിവറേജ് ഒരു ബിവറേജിൽ നിന്ന് ഒരു കുപ്പി മേടിച്ചിട്ട് വന്ന് അവൻ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാനാണ്. അവിടെ വെച്ച് അവിടെ വെച്ച് കഴിക്കണ്ടെങ്കിൽ അതിന് പോലീസിനെ പേടിപ്പിക്കണം. അല്ലാണ്ട് ബിവറേജിനെതിരെ സമരം ചെയ്യില്ല. അത് നിയമം കയ്യിലെടുക്കണ ഇതാണ്. അതിപ്പോ ഒരുപാട് സമര നായകന്മാർ ഇതിനോട് ഉണ്ടാവുന്നുണ്ട്. അവരെല്ലാം വേണ്ടി ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ വിഷയം കൂടി ഒന്ന് അഡ്രസ് ചെയ്യണം. മയക്കുമരുന്നിന്റെ അതിപ്രസരം ഇതുമൂലം ഉണ്ടാവുന്നുണ്ട്. മദ്യം മൂലം ഈ സമൂഹത്തിനുണ്ടാകുന്ന ഒരു സാമൂഹിക വിപത്ത്, അതാണ് നമ്മൾ കാണേണ്ടുന്നത്. കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ തോമസ് ഐസക് കഴിഞ്ഞ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു മാർച്ച് 8-ന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ മദ്യപിച്ചു തുടങ്ങുന്ന ആളുടെ പ്രായം 13 എന്നുള്ളതാണ്. 70-കളിൽ അത് 25-30 ആയിരുന്നത് ഈ 2000-ൽ എത്തി നിൽക്കുമ്പോൾ 13-ആയി കുറഞ്ഞിട്ടുണ്ട്. അതുമൂലം ഈ സമൂഹത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 99% മദ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ നമ്മൾ ഓർക്കണം. ഇന്ന് ഈ ബിവറേജ് ഔട്ട്ലെറ്റ് വരുന്ന ഈ അംബിക മാമിനെ പോലുള്ള ആളുകൾ ഉൾപ്പെടെ ഒരു കാലത്ത് അവരുടെ ചിന്തയിൽ വന്നിട്ടില്ലാത്ത വിഷയമാണ് ഇതിനെതിരെ സമരം ചെയ്യുക എന്നുള്ളത്. അമ്മമാര് അവരുടെ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകൾ ഇതിലൂടെ നശിച്ചു, അവരുടെ മക്കൾ നശിച്ചു, അവരുടെ കുഞ്ഞുമക്കളെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മദ്യത്തിനെതിരായിട്ടുള്ള അവർ സ്വമേധയെ ഇറങ്ങാനല്ല, ആരും സംഘടിപ്പിക്കുന്നില്ല അവിടെ. പിന്നെ തൊഴിലിന്റെ പ്രശ്നം, നമ്മുടെ സർക്കാരിന്റെ വരുമാനത്തിന്റെ വിഷയം. അധാർമികമായ ഒരു കാര്യം ചെയ്തുകൊണ്ട് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാമെന്ന് ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ ഒരു സർക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും മോശമാണ്. ഒരു സർക്കാർ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അധാർമികതയ്ക്ക് നിന്നും പണം ഉണ്ടാക്കുക. ഒരു 25 വർഷത്തിന് മുമ്പ് കേരളത്തിൽ എങ്ങനെയാണ് സർക്കാരിന് വരുമാനം ഉണ്ടായിരുന്നത്? മറ്റു മാർഗങ്ങൾ അന്വേഷിക്കണം, പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ, പുതിയ മാർഗങ്ങൾ, അതിന് ക്രിയാത്മകമായി പറഞ്ഞോണക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കും. വർക്കൗട്ട് ആകണം. അതിനാണ് സർക്കാരിന് വർക്കൗട്ടാക്കണം. കുട്ടികൾ ഉൾപ്പെടെ എന്ത് തരം കുറ്റകൃത്യങ്ങളും ചെയ്യുവാൻ കഴിയുന്ന മനോഘടനയുള്ളവരായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് ചർച്ച ചെയ്യുന്നത്. അനീഷിന്റെ ഒരു അഭിപ്രായം, കാരണം അനീഷ് ഒരുപാട് വേദികളിൽ പോയി യഥാതഥമായി ഒരു കുടിയെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കൈയടി വാങ്ങിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ലോക എനിക്ക് തന്നെ അനീഷ് പോകാത്ത രാജ്യം ഇനിയിപ്പം ഇന്ത്യ മാത്രമേ കാണൂ. ബാക്കി എല്ലാ രാജ്യത്തും പോയിട്ടുണ്ട് അല്ലെ? അത് കുടിക്കുന്നില്ല, അനീഷ് കുടിക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഈ വേഷം കെട്ടുന്ന ആരും കുടിക്കുന്നില്ല. ഫിലിപ്പോസ് തെറ്റിദ്ധരിച്ചിരിക്കുക, കുടിച്ചിട്ടില്ല. ഫിലിപ്പോസ് മനസ്സിലെങ്കിലും കാണും, എനിക്കറിയാം. പറഞ്ഞിട്ടില്ല. പറയാ അനീഷ്. ഫിലിപ്പോസ് സാർ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്തൊരു നിസ്സാര പണിയാന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ കുടിച്ചെന്ന് കാണിക്കാൻ വലിയ എളുപ്പമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ പാട് അനീഷിന് അറിയാം. പക്ഷേ കുടിയന്മാരുടെ അഭിപ്രായം ഞങ്ങൾക്ക് പോലും ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നോട് കൂടുതൽ പേര് പറഞ്ഞേക്കുന്നത്. എത്ര കാലമായി അനീഷ് ആ വേഷം കെട്ടാൻ തുടങ്ങി? 20 വർഷം. 20 കൊല്ലമായി. സക്സസ്ഫുൾ ആയിട്ടാണല്ലോ പോകുന്നത്. തീർച്ചയായിട്ടും. ഈ കുടിയന്മാരുടെ റെസ്പോൺസ് കൂടിയോ കുറഞ്ഞു 20 കൊല്ലത്തെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ? ഇല്ല, കയ്യടി കൂടിയിട്ടേ ഉള്ളൂ. അപ്പൊ കുടിയന്മാരെണ്ണ നന്നായിട്ട് കൂടി തന്നെ. അവരുടെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ സ്കിറ്റിലൂടെ ചെയ്യുന്നതെല്ലാം അവരുടെ വൈകൃതങ്ങളാണ്. അവരെന്താ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോഴേ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അവരും അത് ആസ്വദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ശരിയാ കേട്ടോ, അങ്ങനെ ആണ്.
എന്ന് അവർക്കും അറിയാം. അവരത് ആസ്വദിക്കുന്നുണ്ട് നന്നായിട്ട്. ആ ആസ്വാദനത്തിന് എനിക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു വലിയ ബഹുമാനമുണ്ട്. കേരളത്തിലെ ഏറ്റവും മോസ്റ്റ് റെസ്പെക്ടഡ് ഡിസിപ്ലിൻഡ് ആർമി ഇവരാ. അതായത് ഒരു 6 മണിക്കൂർ ക്യൂ നിന്നാൽ എന്തെങ്കിലും ഒരു അനക്ഷരം പറയുക, ഒരു പ്രശ്നം ഉണ്ടാകാം, നട്ടുച്ചയ്ക്ക് കയറി നിന്നാൽ ഇവർക്കൊരു പ്രോബ്ലം ഇല്ല. അതിനെവരെ റെസ്പെക്ട് ചെയ്യണം. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിൽ പോയി ക്യൂ നിന്നാലും ആൾക്കാർ അസ്വസ്ഥരാകും പെട്ടെന്ന്, റേഷൻ കട മുമ്പിലായാലും ഇത്. പക്ഷെ ഇതിവിടെ മാത്രം ഇദ്ദേഹത്തിന്റെ കണ്ട മുഖം ഇരിക്കുന്നുണ്ടല്ലേ, ക്ഷമയുടെ നെല്ലിപ്പലയാ. വെള്ളം വരാൻ വേണ്ടിട്ട് പൈപ്പിന്റെ ചോട്ടി പെണ്ണുങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കത്തില്ലേ, എന്ത് റെസ്പെക്ടോട് കൂടി അവർ അതെ. വീട്ടിൽ പോയ ക്ഷമയുടെ പല ഒപ്പം തന്നെ ഒടിയും, മിക്കവാറും ഭാര്യയുടെ നെഞ്ചത്തായിരിക്കും. അത് വേറെ കാര്യം. ഗുജറാത്തിൽ മദ്യം നിരോധിച്ചെന്ന് പറഞ്ഞ ഋഷിരാജ് സിംഗ് സാർ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പൊ അവിടെ ഡോർ ഡെലിവറി ആണെന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മദ്യം നിരോധിച്ചൊരു സംസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ അത് പൂർണ്ണമായി നടപ്പിൽ വരുത്തുന്നുണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നിരോധനം പ്രായോഗികമല്ല. ശരിക്കും പറഞ്ഞാൽ അതിനൊരു ബോധവൽക്കരണമാണ് ആവശ്യം. ആ ബോധവൽക്കരണത്തിൽ കൂടിയുള്ള ഒരു ആത്മനിയന്ത്രണം അത് രോഗമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഈ ആൽക്കഹോളിസം ഒരു കുടുംബ രോഗമാണെന്നും അത് ശരിക്കും ജോൺസൺ സാറിന്റെ, ഞാനൊരു അധ്യാപികയാണ്, ഞാൻ അതുകൂടെ തന്നെ ഞാൻ അധ്യാപികയാണ്, പുനർജനി കുടുംബാംഗമാണ്. ഞാൻ ഹസ്ബൻഡ് മദ്യപിക്കുകയായിരുന്നു. ഇപ്പൊ അദ്ദേഹം 5 വർഷമായി ഇത് നിർത്തിയിട്ട്. കാരണം ഞാൻ എന്റെ ഒരു അനുഭവത്തിൽ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഇത് നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ, കാരണം ഇങ്ങനെ സാറ് പറയുകയാണ് സാർ നല്ലൊരു കുടിയനായിരുന്നു, സാറിന്റെ ജീവിതം തുറന്നു വെച്ചിട്ടാണ് മറ്റുള്ള കുടിയന്റെ കുമ്പസാരം. കുമ്പസാരത്തിലൂടെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഫാമിലി കുടി നിർത്തിയിട്ടൊന്നുമില്ല, പക്ഷേ വായിച്ചറിഞ്ഞു. അല്ല, വായിച്ചറിഞ്ഞതിൽ കൂടുതൽ നമ്മൾ എപ്പോഴും മലയാളികൾ കാണാൻ ശ്രമിക്കുന്നതാണ്, ഒരാൾ ഒരു പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന്റെ നെഗറ്റീവ്സ് കാണാനാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അനുഭവസ്ഥയാണ്. പുനർജനിൽ മരുന്നോ മന്ത്രമോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അത് താങ്കളുടെ ഹസ്ബൻഡ് ഈ സ്മരിയ പുരുഷൻ ഇദ്ദേഹം മദ്യപിച്ചിരുന്ന കാലത്തും മദ്യപാനം അവിടെ പോയതിനു ശേഷം നിർത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ മാറ്റം അങ്ങനെ തീർച്ചയായിട്ടും വലിയൊരു അത്രയ്ക്ക് ഓവറായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാല് അത് ഓരോ വ്യക്തികളുടെ അല്ല സാർ, ഓരോ വ്യക്തികളുടെ രീതി, നമുക്ക് അദ്ദേഹത്തെ ഒന്നും പറയാൻ പറ്റില്ല. അത് സാറ് പറയുന്ന പോലെ ഇതൊരു രോഗമാണെന്ന് ഞങ്ങള് ഭാര്യമാർക്കും കുടുംബത്തിനും മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് ആദ്യത്തെ ആവശ്യം. ഇതൊരു കുടുംബരോഗമാണെന്ന്, മദ്യപൻ ഒരു രോഗിയാണെന്ന് മനസ്സിലാക്കി. താങ്കളുടെ അനുഭവസ്ഥ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിനെ ഒന്ന് വിലയിരുത്തി, ഞാൻ ഇദ്ദേഹത്തിനെ ഒരു ടാർഗറ്റ് ചെയ്യല്ല. ഇദ്ദേഹത്തെ പോലെ ഒരുപാട് ആൾക്കാർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഒന്നാന്തരം മദ്യപന്മാരാണ്, 20% പെടുന്ന ആൾക്കാർ. ഇദ്ദേഹത്തിനെ നമുക്ക് പുനർജനി കൊണ്ടുപോകാൻ പറ്റും? സാറേ, ഞാൻ അത് പറയുന്നതിനേക്കാൾ മുമ്പേ അതൊരു വ്യക്തിയുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇത് പലർക്കും അറിവില്ലാത്തൊരു കാര്യമാണ്. പിന്നെ സമൂഹത്തിൽ ഒരു മാന്യമായ സ്ഥാനമുണ്ട്, പലരും ഒളിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ഇദ്ദേഹത്തെ പോലെ ജോൺസൺ സാറിനെ പോലത്തെ ഒരു വ്യക്തി സ്വന്തം ജീവിതമാണ്. അദ്ദേഹം കേരള കോളേജിലെ ഫിലോസഫി ഹെഡാണ് സാറ്. സാറിന്റെ 36 വർഷത്തെ കുടിയെ ജീവിതം വളരെ മോശമായിട്ടുള്ള പുസ്തകത്തിൽ തന്നെ ഉണ്ട്. പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഒരു കുടിയൻ അവിടെ നിൽക്കാൻ ഒരു സ്പേസ് കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു വേലിക്കെട്ടോ മരുന്നോ മന്ത്രമോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചങ്കൂറ്റത്തോടെ ഇദ്ദേഹം പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്, ഭയങ്കര ആവേശത്തോടെ സംസാരിക്കും. ഇതിന്റെ പുറകില് കരഞ്ഞിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്, സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു ഭാര്യയുണ്ട്. ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനും ആ സമയങ്ങളിൽ ഞാനും വളരെയധികം വിഷമിച്ചിരുന്ന വ്യക്തിയാണ്. പോരാത്തിന് ഞാൻ അധ്യാപികയാണ്. പല കാര്യങ്ങളും നമുക്ക് മൂടി വെക്കേണ്ടതായി വരും. പല കാര്യങ്ങളിലും സമൂഹത്തിന് മുമ്പിലും ഒക്കെ നമ്മളൊരു ഉൾവിലിയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മളൊന്നും ഒരു ജീവിതം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സ്ട്രോങ് ആയിട്ട് ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ സംസാരിക്കാൻ തയ്യാറാവണം. നമ്മളുടെ ഒരു ജീവിതം ചൂണ്ടിക്കാണിച്ചു നമ്മളൊരു പ്രചോദനമാവണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഓരോ വ്യക്തിക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ അവിടെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയി എനിക്കൊരു അനുഭവസ്ഥ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, സാറിന്റെ 21 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ആണ്. അതുവഴി അവിടെ മരുന്നോ മന്ത്രമോ കുത്തിവെപ്പോ ഒന്നും നടക്കുന്നില്ല. പല ഡി അഡിക്ഷൻ സെന്ററിൽ ഇടി ബഹളം, സെക്യൂരിറ്റിക്കാർ വരിക, ഇഞ്ചക്ഷൻ ചെയ്യുക, തളർന്നു കിടക്കുക, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സാറിന്റെ അവിടെ അങ്ങനെ മതിൽക്കെട്ടുകളില്ല. അവിടെ ഒരു മദ്യപൻ ഒരു ബസ്സിൽ നിന്നാൽ പോലും ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഒരു തോണ്ട് കിട്ടാതെ ഇറങ്ങിപ്പോരാൻ പറ്റാറില്ല. പക്ഷെ പുനർജനി പോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, കുടിച്ച് നല്ലതായിട്ടുള്ള പൂർണ്ണ മദ്യപരാണ്, നല്ല അസല് മദ്യപരാണ് അവിടെയുള്ള. പക്ഷെ അനാവശ്യമായിട്ട് ഒരു സ്ത്രീകളോട് മോശമായി ബിഹേവ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല. 12 വർഷമായിട്ട് നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ്. താങ്കളുടെ സ്വദേശം എവിടെയാ? ഞാൻ ജനിച്ചു വളർന്നു കൊച്ചി തന്നെയാണ്. വിവാഹത്തിന് മുമ്പാണോ മദ്യപാൻ തുടങ്ങിയത്? സ്ലൈറ്റ് ആയിട്ട് തുടങ്ങി. ചില ഭർത്താക്കന്മാർ പറയുന്നുണ്ട് അവൾ ഒരുത്തിയ എന്നെ ഈ നിലയിൽ എത്തിച്ചെന്ന്. അങ്ങനെയൊന്നും പറയാൻ താല്പര്യമില്ല. താങ്കളുടെ മദ്യപാനത്തിന്റെ റേഞ്ച് എങ്ങനെയായിരുന്നു? ഞാൻ കാലക്രമേണ അത് വളരെ ഹൈയിലായിരുന്നു. പിന്നീട് അതിന്റെ അവസ്ഥ ഈ വളരെ അവശനാകുമ്പോ ഒരു 5-6 ദിവസമൊക്കെ ഞാൻ മദ്യം നിർത്തും. അങ്ങനെ നിർത്തുമ്പോ എന്റെ വിചാരം എനിക്ക് മദ്യം നിർത്താൻ കപ്പാസിറ്റി ഉണ്ട്, എനിക്കതിനെ തിരുക്കാണ്ട് ഞാൻ നിർത്തുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഈ പുനർജനി എന്ന ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചതിൽ ഈ ഭാര്യയുടെ റോൾ എന്തായിരുന്നു? എനിക്ക് തോന്നിയെങ്കിൽ ഞാൻ എപ്പോഴും എക്സ്ക്യൂസ് കണ്ടെത്തി നീണ്ടുപോകാനാണ് ശ്രമിക്കാറ്. ശരിയായ മദ്യപാനിയുടെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് വളരെയധികം റോൾ ഉണ്ട്. അവിടെ ഫെമിനിസവും മറ്റു കാര്യങ്ങളൊക്കെ പറയാം, പക്ഷെ പ്രായോഗികതയിൽ ഭാര്യയുടെ അയാളെ ഐസൊലേറ്റ് ചെയ്യാതെ
അയാളെ ഒറ്റപ്പെടുത്താതെ, മദ്യപിച്ച് വരുമ്പോ അയാളെ സമൂഹത്തിന്റെ ആ വൃത്തത്തിൽ നിന്ന് മാറ്റി നിർത്താതെ അപ്പൊ അയാള് പ്രത്യേകിച്ച് മദ്യപാനികൾ നിഷേധികളായിരിക്കും. എത്രത്തോളം സംതൃപ്തനാണോ? ഞാൻ സ്വസ്ഥമാകുന്നു. ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ ആനന്ദിക്കാൻ പറ്റുന്നു. പണ്ടൊരു കല്യാണം ഉണ്ടാകുമ്പോഴും ഏതൊരു സന്ദർഭം ഉണ്ടാകുമ്പോഴും അവിടെ കഴിഞ്ഞിട്ട് രണ്ടു പേർക്ക് കഴിക്കണമെന്ന ആ ഒരു ഉത്തേജനമായിരുന്നു നമ്മുടെ എല്ലാ പ്രവൃത്തികളും. നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാർ റേഷനറി വാങ്ങിക്കാൻ കാശ് കൊടുത്തില്ലെങ്കിലും ഒരു പൈന്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ പറയാറുണ്ട്. താങ്കൾ ഈ പുനർജനിയിൽ പുറത്തു വന്നതിന് ശേഷം സുഹൃത്തുക്കൾ നിർബന്ധിക്കുന്നുണ്ടോ താങ്കളെ മദ്യപിക്കാൻ? അങ്ങനെയുള്ള സന്ദർഭങ്ങൾ. പക്ഷെ ആ സന്ദർഭം ഞാൻ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് വന്ന ശേഷം സാർ അതിനെ നമുക്ക് ഗൈഡ് ചെയ്യും. സാറ് ഒരു ക്ലാസ് അവസാനിച്ച് സാർ അവിടെ നിർത്തുവല്ല ചെയ്യുന്നത്. നമ്മൾ പുനർജനിയായിട്ട് ഒരു നിരന്തര സമ്പർക്കം പുലർത്താനുള്ള സ്പേസ് സാർ നമുക്ക് തരുന്നുണ്ട്. അതിന് ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സാറിന് ഏത് പാതിരാത്രിയിലും എനിക്ക് സാറിനെ വിളിക്കാം. സാറിന്റെ ഒരു വാക്ക് ചിലപ്പോ എനിക്ക് ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കാറുണ്ട്. ഈ ചർച്ചയ്ക്ക് ആമുഖം പറയുമ്പോഴേ എനിക്കൊരു കാര്യം ഉറപ്പാ, ചർച്ചയുടെ വിഷയം കേൾക്കുമ്പോൾ മിക്ക വീട്ടമ്മമാരും എഴുന്നേറ്റ് പോകുമ്പോൾ ഞങ്ങൾക്കിതിലെങ്കിലും താല്പര്യമില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ നാട്ടിൽ മദ്യപിക്കുന്നത് മൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ കുടുംബിനികളാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി കൂടിയായ സംവാദം. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ. R. Srikandan Nayar's costume courtesy. Foremost, men's boutique and uniforms, Chalakudi and Ernakulam.